പലിശയുമായി ബന്ധപ്പെടുന്നവരായ മനുഷ്യരുണ്ടല്ലോ, ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. ശൈത്താൻ ബാധ ഏറ്റവരായ ആളുകൾ കടന്നു പോകുന്ന രൂപമുണ്ടല്ലോ, ആ രൂപത്തിലല്ലാതെ ഈ മനുഷ്യൻ ഖബറിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് മഹ്ശറിലേക്ക് പോകില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. ശൈത്താൻ ബാധ ഏറ്റ ആളുകളുണ്ടല്ലോ, ഇന്ന് പല അർത്ഥയുക്തിവാദികളായ ആളുകൾ പറയുന്നത് ശൈത്താൻ ബാധയൊന്നും ഇല്ല, ജിന്ന് ബാധയൊന്നും ഇല്ല. ഖുർആനിന്റെ നസ്സാണിത്. ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ് ശൈത്താൻ ബാധയുണ്ട് എന്ന്, അല്ലേ? വ്യക്തമായി നേരിട്ട് പല ആളുകളെയും കണ്ട അനുഭവമുള്ള ആളുകളായിരിക്കും ഇവിടെ ഇരിക്കുന്നത്, അല്ലെ? അവനിക്ക് ഒരു രോഗവും ഉണ്ടാവില്ല, നിൽക്കുന്ന നിൽപ്പിൽ തല കറങ്ങി വീഴും, അതല്ലെങ്കിൽ എന്തെങ്കിലും പിച്ചും പെയ്യും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, ഭ്രാന്തന്മാരെ പോലെ. ഏതെല്ലാം സ്കാനിങ് നടത്തിയാലും ബ്ലഡ് ടെസ്റ്റ് നടത്തിയാലും കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് സാധ്യമല്ല. അതിനെക്കുറിച്ചാണ് ശൈത്താൻ ബാധ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് എന്ന്. അങ്ങനെയുള്ള ആളുകൾ ഭ്രാന്തന്മാരെ പോലെയാണ്. അവരെങ്ങനെയാണോ കടന്നു പോകുന്നത് പിച്ചുമ്പയും പറഞ്ഞുകൊണ്ട് ഭ്രാന്തന്മാരെ പോലെ, അങ്ങനെയാണ് ഖബറിൽ നിന്നും അല്ലാഹു തആല ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ഈ മനുഷ്യര് കടന്നു പോകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോ ആടി ഉലഞ്ഞാണ് കടന്നു പോകുന്നത്. അവൻ തറയിൽ വീണു പോകും. പിന്നിൽ നിന്നും കടന്നു വരുന്നവരായ ആളുകൾ ഈ മനുഷ്യനെ ചവിട്ടി മരിച്ചുകൊണ്ട് മഹ്ശറ വൻസഭയിലേക്ക് കടന്നു പോകുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെല്ലാം സംവിധാനങ്ങളാണ് പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കാണിച്ചു കൊടുത്തത്. സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടു, മഹ്ശറിന്റെ ഭീകരമായ ബീഭത്സമായ അവസ്ഥ കണ്ടു, നരകത്തിന്റെ ഭീതജനകമായ അവസ്ഥകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അതിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, യുബഅസു യൗമൽ ഖിയാമത്തി മജ്നൂനാ. പലിശക്കാരായ ആളുകളുണ്ടല്ലോ,